പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ ദുബൈയിലേക്ക് ഓടിയെത്തുകയാണ് വേടനെ കാണാൻ വേണ്ടിയിട്ട്. വേടൻ ദുബൈയിൽ എത്തുകയില്ല, അല്ലെങ്കിൽ വേടനെ ദുബൈയിൽ എത്തിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച തമ്പുരാക്കന്മാർക്കുള്ള മറുപടിയുമായിട്ടാണ് വേടൻ അൽഖസൈസിൽ പറന്നിറങ്ങുന്നത്. മലയാളി യുവത്വത്തിന്റെ സിരകളിലേക്ക് ആവേശം വിതച്ച റാപ്പ് മ്യൂസിക്കുമായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയാണ് വേടൻ എന്ന് പറയുന്നത്. നീർനിലങ്ങളിൽ അടിമയല്ല നീ തമ്പുരാനുമല്ല എന്നൊക്കെ പാടിയപ്പോൾ ഇവിടുത്തെ വരേണ്യവർഗത്തിന്റെ നെഞ്ചത്തേക്ക് തുളച്ചു കയറിയ ആണിയായിരുന്നു അത്. അപ്പോൾ അതിന്റെ കുറച്ചധികം പ്രതിഫലനങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് വേടന്റെ മറ്റൊരു റീലോഞ്ചിങ് ആണ് എന്നോട് നമുക്ക് പറയാം. നമസ്കാരം. വേടൻ വീണ്ടും കളത്തിലോട്ട് ഇറങ്ങിയാണ്. എന്താണ് ശരിക്കും വേട്ട? വേട്ട ദുബൈയിൽ 23-ാം തീയതി, അതായത് നാളെ അമിറ്റി സ്കൂൾ അൽഖസൈസിൽ വെച്ചിട്ട് നടക്കുകയാണ്. പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ ദുബൈയിലേക്ക് ഓടിയെത്തുകയാണ് വേടനെ കാണാൻ വേണ്ടിയിട്ട്. വേടൻ ദുബൈയിൽ എത്തുകയില്ല, അല്ലെങ്കിൽ വേടനെ ദുബൈയിൽ എത്തിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച തമ്പുരാക്കന്മാർക്കുള്ള മറുപടിയുമായിട്ടാണ് വേടൻ അൽഖസൈസിൽ പറന്നിറങ്ങുന്നത്. അൽഖസൈസിലെ ഒരു പ്രോഗ്രാം കഴിയുന്നതോടുകൂടി വേടനെ സംബന്ധിച്ചിട്ട് വേടൻ വേറെ ഒരു താരമായിട്ട് മാറും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വേടൻ ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറും എന്ന് നമുക്ക് പറയേണ്ടി വരും. കേരളത്തിൽ നിന്ന് ലോകമറിയപ്പെടുന്ന ഒരു പുതിയ മൈക്കിൾ ജാക്സൺ ആയിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് വേടൻ എന്ന് പറയേണ്ടി വരും. മലയാളി യുവത്വത്തിന്റെ സിരകളിലേക്ക് ആവേശം വിതച്ച റാപ്പ് മ്യൂസിക്കുമായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയാണ് വേടൻ എന്ന് പറയുന്നത്. ഒരാളും പ്രതീക്ഷിച്ചിട്ടില്ല. വളരെ സാധാരണമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന വേടൻ. ഈ വേടന്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ഒരുപാട് പേരുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് വേടൻ എഴുതിയ വരികൾ നീർനിലങ്ങളിൽ അടിമയല്ല നീ തമ്പുരാനുമല്ല എന്നൊക്കെ പാടിയപ്പോൾ ഇവിടുത്തെ വരേണ്യവർഗത്തിന്റെ നെഞ്ചത്തേക്ക് തുളച്ചു കയറിയ ആണിയായിരുന്നു അത്. അപ്പോൾ അതിന്റെ കുറച്ചധികം പ്രതിഫലനങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് വേടനെതിരെ കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നു. അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ വേടന് നേരിടേണ്ടി വന്നു. പക്ഷേ വേടന് സംഭവിച്ച തെറ്റുകളെയൊക്കെ കൃത്യമായിട്ട് ഏറ്റുപറയാനും പുതിയൊരു മനുഷ്യനായി ലോകത്തിന് മുമ്പിൽ നിൽക്കാനും വേടനെ സാധിച്ചെടുത്താണ് ഈ ലോകം വേടനെ ബഹുമാനിച്ചു തുടങ്ങിയത്. ഒരു കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടതാണോ എന്ന് ഇന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വേടൻ പറഞ്ഞതെന്താണ്? എൻ്റെ മക്കളെ, എനിക്ക് തെറ്റുപറ്റി. എൻ്റെ കൊച്ചുമക്കളെ, നിങ്ങളാരും എന്നെ കണ്ട് പഠിക്കരുത്. എനിക്ക് തെറ്റുപറ്റി. ഇനി ഞാൻ ഇതെല്ലാം തിരുത്തും. ഞാൻ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കും. ഈ ലോകം വേടനെ ഏറ്റെടുത്തില്ലേ? ഈ ലോകം വേടനെ ഏറ്റെടുക്കുന്ന സമയത്ത് വേടൻ വളർന്നു വരുമ്പോൾ വേടന് ഗ്ലോബലി പ്രോഗ്രാമുകൾ ലഭിക്കുന്ന സമയത്ത് ഇവിടെ അസൂയപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്നേ. MG ശ്രീകുമാറിനെ പോലെ ഈ ലോകത്തെ ഈ സംഗീതം മുഴുവൻ അദ്ദേഹത്തിന്റെ കൈകളിൽ കൂടെ അറിയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഗീത പ്രോഗ്രാമുകളൊക്കെ അദ്ദേഹത്തിന്റെ കൈകളിൽ കൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന ചില പ്രത്യേക അജണ്ടകളൊക്കെ ആയിട്ട് മലയാള സിനിമാ ലോകത്തുള്ള മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ, ഈവെന്റുകൾക്കകത്തും ഒരു മാഫിയ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സമയം കൂടിയായിരുന്നു ഇതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. വേടനെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് പ്രണയിച്ച് നടന്ന് വേർപിരിഞ്ഞു പോയവർ പിന്നീട് വേടനെതിരെ രംഗത്ത് വരികയും വേടൻ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? ഹൈക്കോടതിയൊക്കെ കൃത്യമായ നിശിതമായ വിമർശനമല്ലേ ആ പരാതികൾക്കൊക്കെ മേൽ നടത്തിയത്? എത്ര വലിയ പീഡനമാണ് വേടന് ചില ആളുകൾ ചേർന്ന് നൽകിയിട്ടുള്ളത്. MG ശ്രീകുമാർ എന്താ പറഞ്ഞേ? വേടനോ? അതാരാ? എനിക്കറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേടനെ പോലെ ഉള്ള ഒരു നല്ല മ്യൂസിഷ്യൻ ഇവിടെ ഉയർന്നു വരുന്ന, ഒരു റാപ്പ് മ്യൂസിക് താരം ഉയർന്നു വരുന്നത് കാണാനായിട്ട് അവരൊന്നും ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്ന ആ ഒരു വരേണ്യവർഗത്തിന്റെ കൈകളിൽ മാത്രം ഇരിക്കേണ്ട ഒന്നാണ് സംഗീതമെന്ന് ഇവരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ കണ്ണൻ രവി ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്പോൺസർഷിപ്പോട് കൂടിയാണ് ഈ പ്രോഗ്രാം ദുബൈയിലെ അൽഖസൈസിൽ അരങ്ങേറുന്നത്. വളരെ വലിയ രീതിയിൽ ഒരുപാട് സാങ്കേതികമായിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് നയനമനോഹരമായ ഒരു കാഴ്ച എന്നതിന് അപ്പുറത്ത് നല്ലൊരു സംഗീതം ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഒരു റാപ്പ് മ്യൂസിക് ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയായിരിക്കും അവിടെ ഒരുങ്ങുക എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഒരു പക്ഷേ ഈ ഒരു പ്രോഗ്രാം, അൽഖസൈസിൽ നടക്കാൻ പോകുന്ന ഈ ഒരു പ്രോഗ്രാം വേടനെ ലോകത്തിന്റെ നിറകിൽ എത്തിച്ചേർക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ഒരുപാട് അംബാസിഡർമാര്, ഒരുപാട് ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടെന്നേ. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്
വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ എത്തുന്നുണ്ട്. യൂറോപ്പിൽ നിന്ന് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ വിവിധ സോണുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. അങ്ങനെ ഈ ഗൾഫിൽ നവംബർ 23-ാം തീയതി അമിറ്റി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്നത് വേടൻ്റെ ഏറ്റവും നല്ല ഒരു പ്രോഗ്രാം ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമാർക്കും വേണ്ട. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ കാണിച്ചാലും അന്ന് വേടൻ നടത്താൻ പോകുന്ന പെർഫോമൻസ്, അൽക്കസൈസ് അമിറ്റി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്താൻ പോകുന്ന പെർഫോമൻസ്, അത് നാളിതുവരെ വേടൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളെയും കവച്ചു വെക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ ഏതൊക്കെയാലും വേടൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ദുബൈയിലേക്ക് പോകുന്നുണ്ട്, അൽക്കസൈസിൽ പോകുന്നുണ്ട്. അവിടെ വേടനോടൊപ്പം തന്നെ ഇരുന്ന് ഈ പ്രോഗ്രാം കാണും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ അബാക് മീഡിയ പോലെയുണ്ട്, നമ്മുടെ വൈറ്റ് സൺ TV ന്യൂസ് അതിനകത്തൊരു ചെറിയ ഭാഗമാക്കുന്നുണ്ട്, റോയൽ ലോ വിഷൻ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ അഭിമാനപൂർവ്വമാണ് ഈ വേടൻ്റെ ഈ ഷോയെ നോക്കിക്കാണുന്നതും അവിടെ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതും. ഏതൊക്കെയാലും എനിക്ക് തോന്നുന്നു വളരെ വലിയ ഒരു വിജയമായിരിക്കും ദുബൈയിൽ നടക്കാൻ പോകുന്ന, അൽക്കസൈസിൽ നടക്കാൻ പോകുന്ന വേടൻ ഷോ എന്ന് പറയുന്നത്. ദുബായിലുള്ള വൈറ്റ് സൺ ടിവിയുടെ ഏതെങ്കിലുമൊക്കെ പ്രേക്ഷകരുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയേണ്ടത്, നിങ്ങൾ ഒരു കാരണവശാലും ഇത് മിസ് ചെയ്യരുത്. കാരണം പുതിയ ഒരു ഇതിഹാസം പിറക്കാൻ പോകുന്ന സമയമാണിത്. ആ സമയത്ത് നിങ്ങൾ ഈ പ്രോഗ്രാം മിസ് ചെയ്യരുത്. എല്ലാ ക്രിക്കറ്റ് മാച്ചുകളുടെയും ഫൈനലുകൾ നമ്മൾ കാണാറുണ്ട്. ഒരുപക്ഷെ കറണ്ട് പോകുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്ന അവസ്ഥ, അത് ലൈവായിട്ട് കാണാനായിട്ടുള്ള അവസരം കിട്ടിയില്ലല്ലോ എന്നോർത്തൊരു വിഷമം ഉണ്ടാകും. ഇത് വേടൻ്റെ ലൈവ് ഷോയാണ് ദുബായിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഏറെ വെറൈറ്റികളുള്ള, ഒരുപാട് കാഴ്ച സുഖം നൽകുന്ന ഒരുപാടുണ്ടാവും. അതോടൊപ്പം തന്നെ കാതുകൾക്ക് ഇമ്പം പകരുന്ന ഒരുപാട് പുതിയ സോങ്ങുകൾ ഇവിടെ ആലപിക്കപ്പെടും. വേടനോടൊപ്പം 5 ആർട്ടിസ്റ്റുകൾ കൂടിയുണ്ട്. അതായത് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന 5 റാപ്പർ ആർട്ടിസ്റ്റുകൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. ഏതൊക്കെയായാലും വേടനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന പ്രവാസി മലയാളികൾക്ക്, വേടനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഗൾഫ് മലയാളികൾക്ക് വേടനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണ്. അതുകൊണ്ട് തന്നെ നാളെ ഞായറാഴ്ച അൽക്കസൈസിൽ നടക്കുന്ന ഈ പരിപാടിയിൽ എല്ലാ പ്രവാസി മലയാളികളെന്നല്ല, എല്ലാ പ്രവാസികളും എത്തിച്ചേരണം എന്നുള്ളതാണ് നമ്മുടെ അഭ്യർത്ഥന. ഈ ഒരു പ്രോഗ്രാമോടെ വേടൻ വേൾഡ് വൈഡ് ആവുകയാണ്, അല്ലെങ്കിൽ ഓൾറെഡി ആണ്. തീർച്ചയായിട്ടും വേടൻ ഈ ഒരു പ്രോഗ്രാം കഴിയുന്നതോടുകൂടി വേടൻ വേറൊരു റേഞ്ചിലേക്ക് മാറും, ഒരു സംശയവും വേണ്ട. ഒരുപക്ഷെ മൈക്കിൾ ജാക്സനെ പോലെ തന്നെ ലോകമറിയപ്പെടുന്ന ഒരു റാപ്പ് മ്യൂസിക് താരമായിട്ട് അദ്ദേഹം മാറും. അതിനകത്ത് സംശയമൊന്നും വേണ്ട. ആരൊക്കെ എതിർത്താലും, എത്രയൊക്കെ തകർക്കാൻ നോക്കിയാലും, ചാരത്തിൽ നിന്ന് ഉയർത്തെണീറ്റ് വരുന്ന ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നാളെ വേടൻ അൽക്കസൈസിൽ നടത്താൻ പോകുന്ന അവന്റെ പ്രകടനം എന്ന് പറയുന്നത് ഈ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. വേൾഡ് മ്യൂസിക് രംഗം ഉറ്റുനോക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ നാളത്തെ വേടന്റെ പെർഫോമൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആരോപണങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു വലിയ പ്രോഗ്രാം തന്നെയായിരിക്കും. ആരോപണങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന, ഗ്ലോബലി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോഗ്രാമാണ്. അത് കൂടാതെ തന്നെ ഇത് വേടന്റെ മറ്റൊരു റീലോഞ്ചിങ് ആണ് എന്നോട് നമുക്ക് പറയാം. ഇത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, ഗ്ലോബലി വേടൻ വീണ്ടും ജനിക്കാൻ പോകുന്നു. പുതിയ വേടനായിട്ട് വേടൻ ജനിക്കാൻ പോകുന്നു എന്നാണ് ഇതിൽ നമ്മൾ പറയേണ്ടതും കാണേണ്ടതും. അതുകൊണ്ട് നാളെ അൽക്കസൈസിൽ വൈകിട്ട് നടക്കുന്ന വേടൻ്റെ ലൈവ് ഷോയിൽ ദുബായിലുള്ള, ഗൾഫ് കൺട്രീസിലുള്ള നമ്മുടെ പ്രേക്ഷകർ എല്ലാം നേരിട്ടെത്തി ലൈവ് കാണണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതൊക്കെയാലും ഞാനുണ്ടാവും, അതോടൊപ്പം നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും തന്നെ അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ എത്തിച്ചേരണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്.